ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. സോംബി ഡിറ്റക്റ്റീവിന്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ അധികമൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, നേരെ സിനിമയിലേക്ക് കിടക്കാം. അറിയാലോ, ഇത് പെട്ടെന്ന് തീർക്കണം. നിങ്ങൾ എനിക്ക് അധികം വെയിറ്റ് ചെയ്തിരുത്താനും പറ്റില്ല, എനിക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. ഈ പടത്തിലെ 24 എപ്പിസോഡ് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത പടത്തിലേക്ക് പോകാനായിട്ട്. ഞാൻ ഇനി തൊട്ട് പരമാവധി ഒരു ദിവസം 2 വീഡിയോ വെച്ച് ഇടാനായിട്ട് നോക്കാം. അപ്പൊ പിന്നെ വേഗം കഴിഞ്ഞോളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ സോംബിനെ എവിടെ പൂട്ടിയിട്ടേക്കണതായിട്ടാണ്. അവിടേക്ക് ആരോ വരുന്നതായിട്ട് അവസാനം കാണിക്കുന്നുണ്ട്. അത് വേറെ ആരോ അല്ല, വില്ലന്മാരുടെ ആ ഒരു മെയിൻ തലവനാണ്, ആ ഒരു ചെയർമാൻ. അങ്ങനെ അയാൾ ഓഫീസിൽ പിടിച്ചിരുത്തിയിട്ട് അവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. ഇയാൾ ഇതിനോടകം തന്നെ ഇവൻ ആരാന്നും ഇവന്റെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അതായത് ഇവൻ ഇപ്പൊ ജീവിക്കുന്നത് ആ ഒരു ഡിറ്റക്റ്റീവിന്റെ ഐഡന്റിറ്റിയിലാണല്ലോ. ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇയാൾ അറിഞ്ഞേക്കണേ. അതായത് ഡിറ്റക്റ്റീവ് കിം മൂ യങ്, അതായിരുന്നു അയാളുടെ പേര്. പക്ഷെ ഇതിക്ക് മുമ്പ് ഇവൻ ആ ഒരു ടണലിൽ വെച്ച് വണ്ടി ഇടിച്ചപ്പോഴും ഇവരുടെ ആ ഒരു ബിൽഡിങ്ങിന് മേളിൽ നിന്ന് താഴെ വീണപ്പോഴും ഇവനൊന്നും പറ്റാതിരുന്നത് ഇയാൾ നോട്ടീസ് ചെയ്യാണ്. ഇയാൾ അത് ഇവനോട് പറയുമ്പോൾ അവൻ പറയും, ആക്ച്വലി എന്റെ ബോഡിയിൽ എനിക്ക് പെയിൻ ഒന്നും അറിയാനായിട്ട് പറ്റില്ല എന്ന് അവൻ പറയാണ്. അയാളും എന്നാ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ഒരു ഫോർക്ക് എടുത്ത് അവന്റെ കാലിൽ കുത്തുമ്പോ ഇവനും വേദന ഒന്നും അറിയുന്നില്ല. അയാൾക്കും ഇത് കണ്ടിട്ട് അത്ഭുതമാവുന്നുണ്ട്. അയാളാണെങ്കിൽ ഇപ്പൊ ഇവനെ വെച്ചിട്ട് അയാളുടെ വിശ്വാസികളെ കൂട്ടാനായിട്ട് തീരുമാനിക്കാണ്. ഇപ്പൊ ഇവനോട് അയാൾ ഒരു കാര്യം പറയാണ്, നിനക്കിപ്പോ വേണ്ടത് ആ ഒരു പെൺകുട്ടീനല്ലേ, നീ കൊണ്ടുക്കോ, പക്ഷെ പകരം നീ എനിക്കൊരു ഫേവർ ചെയ്യണമെന്ന് പറയാണ്. നമ്മുടെ ഹീറോയും അതിന് സമ്മതിക്കുമ്പോ അവനെ വെറുതെ വിടുന്നുണ്ട്. ഇന്നേരം നമ്മുടെ ഹീറോയിൻ ആ ഒരു പെപ്പർ സ്പ്രേ ഒക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവൾ അകത്തേക്ക് കിടക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഹീറോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളെ വിളിക്കുകയാണ്. ഇപ്പൊ അവളാണെങ്കിൽ 100 ചോദ്യമാണ് അവന്റെ അടുത്ത്. എന്നിട്ട് അവൾ ഇവിടെ ഉണ്ടെന്നും പറയാണ്. ഇപ്പൊ നമ്മുടെ ആള് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അവരുടെ കയ്യിൽ പെട്ടിരുന്നു. പക്ഷെ ഇപ്പോ അയാള് ഞാനായിട്ട് ഒരു ഡീല് വെച്ചേക്കാണ്. വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം 8 മണിക്ക് അയാളുടെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അന്ന് ഇയാള് എന്നെ വെച്ച് എന്തോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ആ ഒരു ടൈമില് അകത്തേക്ക് കയറിയിട്ട് ആ ഒരു കുട്ടീനെ രക്ഷിക്ക്, ഇയാളുടെ കാര്യം എനിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് എന്തൊക്കെ ചെയ്താലോ വേദനിക്കാത്തെന്ന് ഇയാള് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. അവന്റെ കൈ പിന്നിലേക്ക് മടക്കിയിട്ട് നിനക്ക് വേദനിക്കേണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇന്നേരം നമ്മുടെ ഹീറോയ്ക്കും യാതൊരുവിധ ഫീലിംഗ്സും ഇല്ല. അയാളും നമ്മുടെ പാർട്ട്ണർഷിപ്പ് കൊള്ളാന്ന് പറയാണ്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിന്റെ വീട് കാണിക്കാണ്. അവിടെ അവളുടെ ആ ഒരു അളിയനുണ്ടല്ലോ, പുള്ളിക്കാരൻ ആളുടെ മോന് കളിക്കാനായിട്ട് ഒരു ഡ്രോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒരു ഐഡിയ കിട്ടാണ്. അവൾ ആ ഒരു ഡ്രോൺ വെച്ചിട്ട് അവരുടെ ആ ഒരു ഫാസ്റ്റ് സെന്ററിൽ ആ ഒരു കുട്ടീനെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണേന്ന് നോക്കാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയിനെ ഒരു ചെയറിൽ കെട്ടിവെച്ചിട്ട് അവന്റെ മേലാകെ അച്ചാലും മുച്ചാലും തല്ലാണ്. അവനാണെങ്കിൽ യാതൊരു വേദനയും ഇല്ല. ഈ ഒരു ചെയർമാനും ഇവനെ വെച്ച് ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവൻ പുറത്തിറങ്ങുമ്പോ നമ്മുടെ ഹീറോയിൻ അവനൊരു മെസ്സേജ് അയക്കാണ്, അവള് ആ ഒരു പെൺകുട്ടി അവിടെ ഇല്ലേന്ന് കണ്ടുപിടിച്ചു. ഇവനും ഷാർപ്പ് 8 മണി മറക്കണ്ടാന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കാണ്. അങ്ങനെ അന്ന് രാത്രി 8 മണിക്ക് ആ ഒരു ചാപ്പലിലേക്ക് ഇയാള് നടന്ന് കയറാണ്. എല്ലാരും ഇയാളിങ്ങനെ വാഴ്ത്തി പാടാണ്. ഇയാളും സ്റ്റേജിൽ കയറിയിട്ട് എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇന്നാണ് ലോകത്തിലെ അവസാന ദിവസം, ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. വാഷ് ചെയ്ത തുണികളുടെ അടിയിൽ കയറി കിടന്നുകൊണ്ട് അതിനകത്ത് കിടക്കാണ്. അവളും ആ ഒരു കുട്ടി എവിടെയുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് അവൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. കട്ട് ചെയ്ത് വീണ്ടും ആ ഒരു ചാപ്പല് കാണിക്കാണ്. അവിടെ നമ്മുടെ ഹീറോനെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയിട്ട് അവനെ കുറിച്ച് എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു പയ്യന്റെ കുട്ടിക്കാലത്തില് അവൻ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ മരുന്നുകൾ കഴിച്ച് ഇവന്റെ ബോഡി ഭയങ്കര വീക്കായിട്ടാണ് ഇപ്പൊ ഇരിക്കണത്. ഇപ്പൊ ഞാൻ ഇവന്റെ ഈ കഷ്ടതകളിൽ നിന്നെല്ലാം ഇവനെ മോചിപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോന്റെ കൈ പിടിച്ച് ബാക്കിലേക്ക് തിരിക്കാണ്. എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്തെങ്കിലും വേദന തോന്നണ്ടോ എന്ന് പറയുമ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇയാൾക്കിട്ട് പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് വന്നേക്കണത്. അവനിപ്പോ അയ്യോ എനിക്ക് വേദനിക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഒച്ചത്തിൽ കരയാണ്. അപ്പൊ തന്നെ ആ ഒരു ചട്ടിത്തലയും വന്നിട്ട് ഒരു വലിയ വടിയെടുത്ത് അവന്റെ പുറമെ അടിക്കുമ്പോ ഇവൻ അവിടെ ബോധം കെട്ട് വീഴാണ്. മാത്രമല്ല പുള്ളിക്കാരൻ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ബ്ലഡും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അവന്റെ മേലേക്ക് ആവുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പേടിക്കാൻ തുടങ്ങും. ഇപ്പൊ തന്നെ വേറൊരാള് വന്നിട്ട് ആ ഒരു ചെയർമാന്റെ അടുത്ത് പറയാണ് പുറത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന്. ഇയാളും പണി പാളിന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് വേഗം സ്കൂട്ടാവാണ്. ഇപ്പൊ നമ്മുടെ ചുള്ളം പോലീസ് വാറന്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അവൻ ഹീറോയിനെ വിളിച്ചിട്ട് നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അവളും ആ ഒരു പെൺകുട്ടീനെ രക്ഷിച്ചിട്ട് പുറത്തേക്ക് കടന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ അങ്ങനെ ആ ഒരു കിടന്ന കിടപ്പ് കിടക്കാണ്. ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അവൻ കണ്ണ് തുറക്കുമ്പോ ആൾക്കാരെല്ലാരും അവനെ പിടിച്ച് ദൈവാക്കാണ്. ഇനി തൊട്ട് അയാളല്ല ഇവനാണ് ദൈവം എന്ന് പറയാണ്. നമ്മുടെ ആള് പോടാ പ്രാന്തമാരെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എങ്ങനെയോ ഓടി രക്ഷപ്പെടാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു ചെയർമാനും ചട്ടിത്തലേനെ രക്ഷപ്പെടാൻ നോക്കണ കണ്ടിട്ട് അവരെ തടുക്കാനായിട്ട് നോക്കാണ്. ഇപ്പൊ ആ ഒരു ചട്ടിത്തലേനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തല്ലുന്നുണ്ട്. അവൾക്കൊന്നിനും പറ്റുന്നില്ല. അവൾ ആ ഒരു പെപ്പർ സ്പ്രേ എടുക്കാനായിട്ട് നോക്കുമ്പോ അത് അവളുടെ കയ്യിൽ നിന്ന് തെറിച്ചും പോകുന്നുണ്ട്. ഇന്നേരം നമ്മുടെ ഹീറോയിനെ ആ ഒരു ചട്ടിത്തലയും വലിയൊരു വടിയെടുത്ത് അടിക്കാനായിട്ട് പോകുമ്പോ ഡിറ്റക്റ്റീവിന്റെ പടമുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് കറങ്ങി വന്നിട്ട് അയാളുടെ ഫേസിൽ അടിക്കാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആണ്. അവന്റെ വിസിറ്റിംഗ് കാർഡ് എറിയാനായിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നല്ലോ, അതിപ്പോഴാണ് അവന് ശരിക്കും ഉപകരിച്ചത്. സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ അവളുടെ ആ ഒരു പെപ്പർ സ്പ്രേ എടുത്തിട്ട് അയാളുടെ മുഖത്തേക്ക് അടിക്കാണ്. ഇതേ നേരം തന്നെ ആ ഒരു ചെയർമാൻ കയ്യിൽ കിട്ടിയ കാശെല്ലാം എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഇനി നിനക്ക് ഇവിടെ
ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്ന് പറയണതും അയാളുടെ കയ്യിലുള്ള വടിയായിട്ട് വന്നിട്ട് അവളെ കുത്തി കൊല്ലാനായിട്ട് നോക്കാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ ഹീറോ വന്നിട്ട് അവളുടെ മുന്നിൽ നിൽക്കുന്നതും അവന്റെ പുറത്തു കൂടി ആ ഒരു കമ്പി കുത്തി തുളച്ച് മുന്നിലേക്ക് വരാണ്. നമ്മുടെ ഹീറോയിനും ഇത് കണ്ട് പേടിക്കാണ്. ഇപ്പൊ നമ്മുടെ ആള് മരിച്ചോ എന്ന് വിചാരിച്ചിട്ട് അവള് കിടന്ന് കരയുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിലും ഒന്നും പറ്റില്ലല്ലോ. സെയിം ടൈം മറ്റേ ഒരു ചട്ടിത്തലേനെ എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു ഫയർ എക്സ്റ്റിൻഷർ എടുത്തിട്ട് ഇവരുടെ മേത്തേക്ക് അടിക്കാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആ ഒരു ചെയർമാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അയാളും പേടിച്ചിട്ട് നീ ഒരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ്, ഇപ്പോഴും എനിക്ക് നിന്നോട് യാതൊരു വിരോധവും ഇല്ല, നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ആവശ്യമുള്ള കാശ് തരാം, സ്ഥലം വാങ്ങിച്ചു തരാന്നെല്ലാം പറയാണ്. ഇപ്പൊ നമ്മുടെ ആള് പറയും എനിക്കറിയാം ഞാനൊരു സ്പെഷ്യൽ പേഴ്സൺ ആണെന്ന്, പക്ഷെ എനിക്ക് നോർമൽ ആയിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോ അയാളുടെ കൂടെ നിൽക്കില്ല എന്ന് മനസ്സിലാക്കി അയാള് ഇവനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാണ്. നിനക്കതിന് ഇനി ഒരിക്കലും നോർമൽ ആവാനായിട്ട് പറ്റില്ല എന്നെല്ലാം പറയുമ്പോ നമ്മുടെ ഹീറോയിന്റെ ഉള്ളിലെ യഥാർത്ഥ സോംബി ഉണരെയാണ്. അവൻ അയാളുടെ കഴുത്തിന് പിടിച്ച് താഴിട്ടിട്ട് അയാളെ തിന്നാനായിട്ട് നോക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ സൗണ്ട് വരാണ്. ബോസ് നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോന്നെല്ലാം ചോദിച്ചുകൊണ്ട്. ഇന്നേരം അവനും അയാളെ വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു പെൺകുട്ടീനെ അവളുടെ അമ്മയുടെ അടുത്ത് തിരിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പൊ അവർക്ക് വല്ലാണ്ട് സന്തോഷമാവാണ്. അവരവരുടെ മകളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോകാൻ നേരം നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ അസിസ്റ്റന്റിനും എനിക്ക് ഇഷ്ടമായി എന്ന് പറയാണ്. പറഞ്ഞ കാശ് ഞാൻ തന്നേക്കാന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് നമ്മുടെ ആള് റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹീറോയിൻ ഓടി വന്ന് അവനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒന്നും പറ്റിയില്ലേ, അതെങ്ങനെയാ അത്രയും വലിയൊരു കമ്പി നിങ്ങളുടെ മേത്തേക്കൂടെ തുളച്ചു കയറിയിട്ട് ഒന്നും പറ്റാണ്ടിരിക്കണേന്നെല്ലാം പറയുമ്പോ അവനും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും അതെന്താ നിങ്ങൾ വല്ല സോംബി ആണെന്നെല്ലാം ചോദിക്കുമ്പോ ഇവൻ അവളോട് ദേഷ്യപ്പെടാണ്. ഇപ്പൊ ഇവന്റെ ദേഷ്യം കണ്ടിട്ട് അവളും പറയും ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലേ, നിങ്ങൾ എന്തിനാ അതിന് വെറുതെ ദേഷ്യപ്പെടണേന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ആളും തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയാണ്. എന്നിട്ട് പറയും നിന്റെ അക്കൗണ്ട് നമ്പർ പറയും, ഞാൻ നിനക്ക് പൈസ അയച്ചു തരാന്ന് പറയുമ്പോ അവള് പറയും ആ ഒരു സെറ്റിൽമെന്റ് എമൗണ്ട് ആയിട്ടുള്ള 1,00,000 വോണിന്റെ അത്രയും വെറുത്തായിട്ടുള്ള ജോലി ഞാൻ ചെയ്തോന്നല്ല. ഇപ്പൊ നമ്മുടെ ആള് പറയും സെറ്റിൽമെന്റ് വേറെ ജോലി വേറെ, ഞാനൊരു ഗാങ്സ്റ്റർ ഒന്നല്ല നിന്റെ നിന്ന് പിടിച്ചു പറിച്ച് കാശ് മേടിക്കാന്ന്. ഇപ്പൊ അവളും പറയും നിങ്ങളൊരു നല്ല മനുഷ്യൻ തന്നെയാണ്, എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആ ഒരു 1,00,000 വോൺ തന്നിരിക്കുന്നു പറയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് നീ സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ടെന്ന് അവൻ പറയാണ്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിൻ അതിന്റെ സന്തോഷത്തില് അവളുടെ ചേച്ചിക്കും കുറച്ച് കാശെല്ലാം കൊണ്ടു കൊടുത്ത് ചിക്കൻ എല്ലാം വാങ്ങിച്ചു വെച്ചിരുന്ന് കഴിക്കാണ്. ഇപ്പൊ അവളുടെ ചേച്ചിയും നിനക്ക് ഇങ്ങനത്തെ വള്ളി പിടിച്ച ജോലി അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അളിയനാണെങ്കിൽ നീ എന്തൊക്കെ പറയണേ, അവളിപ്പോ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചേക്കല്ലേ, ഒരു നല്ല കാര്യമല്ല ചെയ്തേന്നെല്ലാം പറഞ്ഞിട്ട് അയാളും ആ ഒരു കൊച്ചു പയ്യനും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പൊ അവളുടെ ചേച്ചിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയിനെ ഇവൾക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ആളുടെ ഫാമിലിയൊക്കെ എങ്ങനെ ആ ഒരു ബിൽഡിംഗ് അവന്റെ സ്വന്തമാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവള് പറയും ആളെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ ഒരു നല്ല മനുഷ്യനാന്ന് പറയാണ്. ഇപ്പൊ ഇവളും നമ്മുടെ ഹീറോയ്ക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമായോണ്ട് അത് അവന് കൊണ്ടു കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു ചെയർമാനും കൂട്ടാളികളെയും അവര് ലോക്കപ്പിലിട്ട് അടച്ചേക്കാണ്. ഇന്നേരം അതിനകത്ത് കിടന്നിട്ട് ആ ഒരു ചെയർമാൻ നമ്മുടെ ഹീറോ അവനൊരു മനുഷ്യനെ അല്ലാന്നെല്ലാം പറഞ്ഞിട്ട് ഒച്ചെടുക്കാണ്. നമ്മുടെ പോലീസുകാരാണെങ്കിൽ അയാളൊന്നും തീരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കട്ട് ചെയ്ത് നമ്മുടെ സോംബിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ബാത്ത് ടബിൽ കിടന്ന് കുളിക്കാണ്. ഇപ്പൊ എനിക്ക് കുറെ കാശായി, ഇനി കുറെ നാളത്തേക്ക് എനിക്ക് കാശിന്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ടെന്ന് പറയാണ്. പുള്ളിക്കാരൻ ജോളിയായിട്ട് കുറെ ചിക്കൻ എല്ലാം വാങ്ങിച്ചു വെച്ച് അതൊരു പ്ലേറ്റിലാക്കി പച്ചക്കിരുന്ന് കഴിക്കാണ്. ഇപ്പൊ അവന്റെ വിൻഡോ തുറന്നു കിടക്കായിരിക്കും. അവനത് പോയി അടക്കാൻ നേരം അപ്പുറത്ത് മറ്റേ ആ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, പുള്ളി ആ ഒരു ബൈനോക്കുലറും പിടിച്ചിട്ട് പേടിച്ചു വിറച്ചിരിക്കുന്നുണ്ടാവും. ഇവൻ ആ ഒരു റോമീറ്റ് കഴിക്കുന്ന നേരത്ത് അയാൾ ഇവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളിപ്പോ പറയുന്നുണ്ട് ഇവൻ ശരിക്കും ആരാണ്, അവനൊരു മനുഷ്യൻ തന്നെയാണോ, അവൻ എന്തിനാണ് റോമീറ്റ് കഴിക്കണേന്നെല്ലാം. ഇപ്പൊ അപ്പുറത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് തിരിയുന്ന നേരം പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഡോറെല്ലാം തുറന്ന് അങ്ങോട്ടേക്ക് കടന്നു വരാണ്. ഇവന്റെ ഈ മേക്കപ്പ് ഇല്ലാത്ത രൂപം കണ്ട് അവള് പേടിച്ച് താഴെ വീഴാണ്. അവന്റെ വയറ്റിലാണെങ്കിൽ 2 തുള, ഒന്നാ ഒരു ബുള്ളറ്റ് കൊണ്ടതും 2 ആ ഒരു കമ്പി കുത്തി കയറിയതും. അവള് കൊണ്ടുവന്ന ആ ഒരു ചിക്കൻ എല്ലാം താഴെ കിടക്കാണ്. അതേ നേരം അവൻ കഴിച്ചുകൊണ്ടിരുന്നായിരുന്ന ആ ഒരു റോമീറ്റും അവള് കാണാണ്. അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോ അവള് പേടിച്ചിട്ട് അവനോട് അടുത്തേക്ക് വരണ്ടാന്ന് പറയാണ്. അവിടെ വെച്ച് 8ാമത്തെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ നാളെ തന്നെ വരാം. അതുവരേക്കും അന്നാര.